പുല്ലുമേട് ദുരന്തത്തിന് ഇന്ന് 4 വയസ്സ്. മകരജ്യോതി ദർശനത്തിനിടെയുണ്ടായ തിക്കിലും തിരക്കിലും 102 പേരാണ് മരിച്ചത്. മകരവിളക്കിനോടനുബന്ധിച്ച് കനത്ത സുരക്ഷയാണ് പുല്ലുമേട്ടിലും പരിസരങ്ങളിലും ഒരുക്കിയിരിക്കുന്നത്. 2011 ജനുവരി 14 കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമുണ്ടായത്. മകരജ്യോതി ദർശനത്തിന് ശേഷമുണ്ടായ തിക്കിലും നിരക്കിലും പെട്ട് 102 പേരാണ് മരിച്ചത്. സുരക്ഷാ ക്രമീകരണങ്ങളിലെ വീഴ്ചയും അപകടത്തിന്റെ ആക്കം കൂട്ടി. തമിഴ്നാട്ടിൽ നിന്നുള്ള 39 പേരും കർണാടകത്തിൽ നിന്നുള്ള 31 പേരും ആന്ധ്രയിൽ നിന്നുള്ള 26 പേരുമാണ് അപകടത്തിൽ മരിച്ചത്. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പഴുതടച്ചുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ജില്ലാ ഭരണകൂടം ഒരുക്കിയിരിക്കുന്നത്. 1 ലക്ഷത്തോളം പേർ മകരജ്യോതി ദർശനത്തിനായി ജില്ലയുടെ വിവിധയിടങ്ങളിൽ എത്തുമെന്നാണ് കണക്കുകൂട്ടൽ. IG MR അജിത് കുമാർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്താണ് സുരക്ഷാ ക്രമീകരണങ്ങൾ ഏകോപിപ്പിക്കുന്നത്. 9 ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ 1500 പോലീസുകാരെ പുല്ലുമേട്ടിൽ മാത്രം നിയോഗിക്കും. മകരജ്യോതി ദർശനത്തിനായി അയ്യപ്പ ഭക്തർ എത്തുന്ന പരുന്തുംപാറ, പാഞ്ചാലിമേട്, ഉപ്പുപാറ, അച്ചന്മല എന്നിവിടങ്ങളിലും പോലീസിനെ വിന്യസിക്കും. കുമളിയിലും ബീരുമേട്ടിലും മണ്ടിപ്പെരിയാറ്റിലും ആംബുലൻസ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അഗ്നിശമന സേനയും വിവിധയിടങ്ങളിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ശേഷം അയ്യപ്പ ഭക്തരെ പുല്ലുമേട്ടിലേക്ക് കടത്തിവിടില്ല. ക്യാമറമാൻ എബിൻ സാബുവിനൊപ്പം സനിൽ ഫിലിപ്പ്, റിപ്പോർട്ടർ, ഇടുക്കി.